നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇയാളെ കോടതിക്ക് കയറ്റണം, അതന്നെയാണ് എന്റെ താല്പര്യം. ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അയാളിൽ നിന്ന് ഞാൻ കുറെ അനുഭവിച്ചു, ചെറുപ്പത്തിലെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല. പറവൂരിൽ യുവതിക്ക് രണ്ടാനച്ഛന്റെ പീഡനം. 14 വയസ്സ് മുതൽ പീഡനത്തിനിരയെന്ന യുവതി. വിവാഹശേഷം മാനസിക പീഡനം തുടർന്നുവെന്ന് യുവതി ന്യൂസ് 18നോട് പരാതി നൽകിയിട്ടും പിറവം പോലീസ് കേസെടുത്തില്ല. മൊഴി നൽകാൻ ചെന്നപ്പോൾ പോലീസ് പരിഹസിച്ചെന്നും പരാതി. വടക്കൻ കേരളത്തിൽ റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ നിരത്തി അപകടമുണ്ടാക്കാൻ ശ്രമം. അന്വേഷണം ഊർജിതമാക്കി RPF. ട്രെയിനുകൾക്ക് നേരെ ആക്രമണം കൂടുന്നതിൽ ആശങ്ക. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം. കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ അർജുന്റെ കുടുംബം. ഈശ്വർ മൽപയ്ക്ക് സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമെന്നും ആവശ്യം. വളാഞ്ചേരി KSFE ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ്. തട്ടിയെടുത്തത് 1,48,00,000 രൂപ. 5 പേർക്കെതിരെ കേസ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്വർണ്ണത്തട്ടിപ്പിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കുതിരാനിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം ലോറിക്ക് പിന്നിൽ പിക്കപ്പ് ഇടിച്ച്. അപകട കാരണം വെളിച്ചക്കുറവെന്ന് നാട്ടുകാർ. വയനാട് ചെമ്പ്രമലയിലെ വിള്ളലിൽ പരിശോധനയ്ക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. രണ്ടാനച്ഛൻ പീഡിപ്പിച്ചെന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ. 14 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞത്. വിവാഹശേഷം മാനസിക പീഡനമാണ് എന്നും പെൺകുട്ടി പറയുന്നു. രണ്ടാനച്ഛൻ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നും വെളിപ്പെടുത്തലുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പിറവം പോലീസ് കേസെടുത്തില്ലെന്നും മൊഴി നൽകാൻ ചെന്ന പെൺകുട്ടിയെ പരിഹസിച്ചെന്നും പരാതി പറയും. ഇത്രയും അധികം പീഡനങ്ങൾ ഉണ്ടായി, അതിനനുസരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എന്തായാലും ഈ രണ്ടാനച്ഛനെതിരെയുള്ള പരാതികളൊന്നും മുന്നോട്ട് പോയ സാഹചര്യമില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്? എന്താണ് നിങ്ങളുടെ പരാതി? എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്തായാലും നീതി കിട്ടണം. കാരണം അയാളിൽ നിന്ന് ഞാൻ കുറെ അനുഭവിച്ചു, ചെറുപ്പത്തിലെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല. എന്നിട്ട് ചേട്ടനെ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ഡയലോഗ് പറയാ, ഞാൻ കൊത്താനിരുന്നല്ലേ നീ കൊത്തിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാള് കുറെ സെക്ഷലായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, കുറെ വാക്കുകളൊക്കെ പറയുന്നു. ഇയാളെ എന്തായാലും പിടിക്കണം. അയാള് അന്ന് എങ്ങനെ ഇറങ്ങി എന്നൊന്നും എനിക്കറിയില്ല. അയാള് ശിക്ഷ അനുഭവിച്ചോന്നൊന്നും അറിയില്ല. അമ്മച്ചി പറയണത് പൈസ കെട്ടിവെച്ചിട്ട് ഇറക്കിയെന്നാ പറയണത്. പക്ഷെ എന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് താഴ്മയോടെ പറയാം. അന്ന് ആരാണ് പരാതി കൊടുത്തത്? അന്ന് പരാതി കൊടുത്തത് ഞാനാണ്. ഞാനും ഹോസ്റ്റലിലെ സിസ്റ്ററും കൂടിയിട്ടാണ്. സിസ്റ്റർ ഒരു വക്കീലായിരുന്നു, കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ വക്കീലായിരുന്നു. ഞാനും സിസ്റ്ററും കൂടിയും പോയി ഒരു കോടതിയിൽ പോയി. അവര് അപ്രവശ്യം നിപ്പുണ്ടായിരുന്നു, ഞാൻ ഇപ്രവശ്യം നിന്നു. അമ്മ കൈകാട്ടി പറയുന്നുണ്ട്, ഇയാളെ കുറിച്ച് മാറ്റിപ്പറ എന്ന് കൈകാട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്റെ രീതിയിലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ രീതിയിലായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് പൈസ കെട്ടി വെച്ചോ ഒന്നും അറിയില്ല. ആ ഭാഗത്ത് ഇയാളുടെ അമ്മയുണ്ടായിരുന്നു, എന്റെ അമ്മയുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാലഘട്ടത്തിലും നിങ്ങളുടെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ? അതായത് ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലത്തിലൊന്നും അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാനൊന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് അമ്മേനെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷെ അമ്മ ഒരു നടപടി എടുത്തില്ല. അത് ഇയാളെ പേടിച്ചിട്ടാണോ അതോ എന്താന്നൊന്നും അറിയില്ല. മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. ഈ കേസ് എടുത്തു എന്ന് പറഞ്ഞല്ലേ, അത് എത്ര കാലം ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അത് മിനിമം ഒരു 3 മാസം എടുത്തിട്ടുണ്ട് മിനിമം. അതേ തുടർന്ന് പുള്ളി പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നെ ഈ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അയാള് പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. രാത്രിയില് അയൽവക്കത്ത് പോയ ആ ചേച്ചി കുറെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, പെണ്ണുങ്ങളെ ഇതാക്കാൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങുന്നുണ്ട്, കുറെ പരിപാടികളുണ്ട് അയാൾക്ക് രാത്രി പരിപാടിയാ ഫുള്ളെന്നും പറഞ്ഞു.
നിങ്ങളുടെ ഈ പറഞ്ഞതല്ല ഇതുപോലത്തെ എന്തെങ്കിലും പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമോ? അതല്ലെങ്കിൽ ഇങ്ങനത്തെ, അതായത് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ പരാതികൾ നാട്ടിലുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വല്ല അറിവില്ല. പക്ഷെ ഈ അറിവുണ്ടായിരുന്നത് ആ ചേച്ചി പറഞ്ഞ ഒരു അറിവ് എനിക്ക് ഉള്ളൂ. രാത്രിയിൽ അന്നും പോകുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട് അയാള് രാത്രിയില്. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ പുള്ളിയുടെ നേച്ചർ? അയാള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഡയലോഗ്, അതും പറയും. പിന്നെ കുറെ സെക്ഷലി ആയിട്ട് സംസാരിക്കും, കുറെ ഭീഷണിയുടെ രീതിയിൽ അയാള് സംസാരിക്കും. നിങ്ങൾ എന്ത് നടപടി വേണമെന്ന് വിചാരിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? എന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അയാള് വെറുതെ വിട്ടു. പക്ഷെ ഈ പ്രാവശ്യം അയാളെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ശിക്ഷ, ചികിത്സക്കുള്ള എന്റെ അയാളുടെ ഇത് കാരണം എനിക്കൊരു ഷോക്ക് വന്നു. ആ ഷോക്ക് ഇപ്പോഴും ഞാൻ അനുഭവിക്കണു. ചേട്ടനെ കയറ്റാത്ത ഹോസ്പിറ്റലുകളില്ല, കാണിക്കാത്ത ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഫുള്ളും തീർന്നു. ഇപ്പൊ ദാരിദ്ര്യത്തിലായി, ഓരോരുത്തരോടും തണ്ടണു. ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് മാഡം. ഇയാളെ കോടതി കയറ്റണം, അതന്നെയാണ് എന്റെ താല്പര്യം. ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതന്നെയാണ് എന്റെ താല്പര്യം. ഇയാളിൽ നിന്ന് നഷ്ടപരിഹാരം ഞാൻ സ്വീകരിക്കുന്നു. എന്ത് നഷ്ടപരിഹാരം ഉദ്ദേശിച്ചത്? എന്റെ ചികിത്സയ്ക്കുള്ളത് എന്തെങ്കിലും അയാള് തന്നെ എന്നുള്ളതാണ്. കാരണം എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇനി എടുക്കാനില്ല, ഒന്നും എടുക്കാനില്ല. ഇതാണ് അവസ്ഥ. ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോകുമ്പോൾ അതിനുള്ള സപ്പോർട്ട് നൽകേണ്ട സംവിധാനങ്ങളൊക്കെ കണ്ണടച്ചു നിന്നാൽ ഒരുപക്ഷെ നീതി ലഭിക്കേണ്ടവർക്ക് അത് ലഭ്യമാകാതെ പോകും. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഞാൻ വിവാഹം കഴിച്ചിട്ടിപ്പോൾ 1.5 കൊല്ലമാകുന്നു. ഞാൻ വിവാഹത്തിന് മുമ്പ് ഇവരുടെ അമ്മ എൻ്റെ അമ്മയായി മൂവാറ്റുപുഴ വെച്ച് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അനാഥാലയത്തിൽ പെണ്ണ് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി, അത് കൊണ്ടുപോയ ശേഷം അവിടുത്തെ അനാഥാലയത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ നിർത്തുമ്പോൾ ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. അന്നേരം ഫോണിൽ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞു. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ഓട്ടോയുമായി, മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു ഓട്ടോയുമായി അവിടെ ചെല്ലുന്നു. ഈ കുട്ടിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം, എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് മാനസികാസ്വാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചു തുടങ്ങുന്നു. അന്നേരം കുട്ടിയുടെ അടുത്ത് ചോദിച്ച് വിവരം അറിയുന്നു. മറ്റു വ്യക്തികളിൽ നിന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ കേസ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ കുട്ടിയുടെ ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായി എന്നറിയാൻ സാധിച്ചത് അപ്പോഴാണ്. അത് അത്തരത്തിലുള്ള കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിരുന്നില്ലേ? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ മാനസികാസ്വാസ്ഥ്യം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് പല ഡോക്ടർമാരെ കണ്ടു. പല ഡോക്ടർമാരുമായിട്ട് കൗൺസിലിംഗ്, കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് കൊടുത്തു. മറ്റ് സഹായ പൈസ കൊടുത്തുള്ള കൗൺസിലിംഗും ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വീട്ടിലേക്ക് വരുന്നു. പിന്നെ ഈ കുട്ടിയുടെ മൈൻഡിലോട്ട് ഈ കാര്യങ്ങൾ പിന്നെ കയറി വരുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആയില്ല. എനിക്കിത് മനസ്സിലേക്ക് കയറി വരുന്നു. ഈ കുട്ടിയോട് പല പ്രാവശ്യം ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടി പിന്നെ പറയുമ്പോൾ കുട്ടിക്കൊരു ബുദ്ധിമുട്ട്. ഞങ്ങൾ എന്നിട്ട് പിന്നെ ഒരു കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിംഗ് പോയ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയുടെ അടുത്ത് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് സാർ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ടോക്കേ ഉണ്ടായിരുന്നില്ല. മാനസികമായിട്ട് പിന്നെ വിഷമം കയറുന്നു. അപ്പോൾ ചാലക്കുടി DYSP ഓഫീസിൽ ഞങ്ങൾ പോകുന്നു. ഇവരുടെ ഒരു റിലേറ്റീവ് അവിടെ തമ്പിസാർ എന്ന് പറഞ്ഞ സാറുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ അയാൾ ആ സാറിനെ യൂസ് ചെയ്യാനായിട്ടൊന്നും അല്ല അങ്ങോട്ട് പോയ. അങ്ങോട്ട് ചെന്ന് DYSPയുടെ താഴെയുള്ള സാറുമാരുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഞങ്ങളൊരു 20 മിനിറ്റ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ പറയുന്നു. സാർ പറഞ്ഞു, ഇത് ജൂറിസ്ഡിക്ഷൻ അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നിയമ നടപടി ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ 112 ഹെൽപ്പ് ലൈനിലായിട്ട് വിളിക്കുന്നു. ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ചാലക്കുടി SI ഞങ്ങളെ വിളിക്കുന്നു ഫോണിലായിട്ട്. അപ്പോൾ ഞങ്ങൾ റോട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ റോട്ടിൽ വെച്ച് എന്താ കാര്യം പറയാൻ പറയുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് പബ്ലിക്കായിട്ട് അപ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് ഫോൺ കട്ട് ചെയ്ത് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പാലക്കാടിന് ബസ് കയറുന്നു. എന്തിനാ പോയെന്ന് വെച്ചാൽ മാനസിക നില അങ്ങ് തെറ്റിപ്പോയി. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. എവിടെയും നമുക്ക് രക്ഷയില്ല. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അപേക്ഷയോടുകൂടി പറയുന്നു.
വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ആജ്ഞ, അതീവ ഗൗരവമായിട്ടുള്ള പരാതിയാണ്. 14 വയസ്സ് മുതൽ പീഡനത്തിനിരയാകുന്ന ഒരു പെൺകുട്ടി. ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതിപ്പോഴും അത് തുടരുന്നു, അയാളുടെ ഭാഗത്ത് നിന്ന് ശല്യപ്പെടുത്തൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഇതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ? അശ്വതി, അവര് ഭർത്താവും ഭാര്യയും നമ്മളോട് വെളിപ്പെടുത്തിയ പോലെ തന്നെ അതിക്രൂരമായ പീഡനത്തിനാണ് ആ പെൺകുട്ടി അതിന്റെ ബാല്യകാലത്തിൽ അല്ലെങ്കിൽ അതിന്റെ കൗമാരകാലത്തിൽ അനുഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, നമുക്ക് ഓഫ് ദ റെക്കോർഡിൽ തന്നെ അത് കുറെ കാര്യങ്ങൾ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ രണ്ടാനച്ഛന്റെ പീഡന പരമ്പരയെ പറ്റി ആ കുട്ടിയെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോഴും നമുക്ക് ഞെട്ടലോട് മാത്രമേ അത് കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ അശ്വതി, സമൂഹത്തിൽ ഇങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പത്മരാജന്റെ മൂവന്തി എന്ന് പറയുന്ന ഒരു കഥയാണ്. അന്ധയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അച്ഛനെ പറ്റി ഏതോ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു. അതായത് ആ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലഘട്ടത്തിലൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ഛന്മാരിൽ നിന്നും രണ്ടാനച്ഛന്മാരിൽ നിന്നും അതല്ലെങ്കിൽ അപരിചിതരായ ആളുകളിൽ നിന്നുമൊക്കെ ഈ കൗമാരക്കാർ ഇത്തരത്തിലുള്ള ഒരു പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇത്തരം പീഡന പരമ്പരകൾ ഇപ്പോഴും നീളുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു പോക്സോ കേസ് അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടും ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഏകദേശം ഒരു 24 വയസ്സുണ്ട്. 14 വയസ്സ് മുതലുള്ള അത് അനുഭവിച്ചിരുന്ന പീഡന പരമ്പരയുടെ ഒരു ഏകദേശ രൂപം അത് കോടതിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനും നേരത്തെ തന്നെ അനാഥാലയം വഴിയുള്ള അല്ലെ അനാഥാലയത്തിലെ ഒരു അഡ്വക്കേറ്റായ സിസ്റ്റർ വഴി ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതാണ്. എന്നിട്ട് പോലും 3 മാസത്തിൽ കൂടുതൽ അയാൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷെ ആ പെൺകുട്ടി അയാളിൽ നിന്നും അനുഭവിച്ച പീഡനം അങ്ങേയറ്റം രൂക്ഷമാണ്. പക്ഷെ അങ്ങേയറ്റം ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പെൺകുട്ടിയെ അയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും വിവാഹിതയായ ശേഷവും അവരുടെ കുടുംബത്തെ ശല്യപ്പെടുത്തുന്നു, അവരുടെ ഭർത്താവിനെ ശല്യപ്പെടുത്തുന്നു, അമ്മയെ കാണാൻ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ അമ്മ പോലും ഈ പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ അങ്ങേയറ്റം വ്യസനകരമെന്ന് വേണം പറയാൻ, അങ്ങേയറ്റം ഖേദകരമെന്ന് വേണം പറയാൻ. കാരണം അമ്മയ്ക്ക് അയാളിൽ 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഈ ആൺകുട്ടികളും അമ്മയും അയാളും ഒപ്പം മറ്റൊരിടത്ത് താമസിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവരുടെ ഭർത്താവ് ഇവരെ വിവാഹം കഴിഞ്ഞ ശേഷം, അതായത് ഈ പെൺകുട്ടി പരിചയപ്പെട്ട ശേഷം താൻ ഇങ്ങനെ നിരന്തരം പീഡനം അനുഭവിക്കുന്നുവെന്ന് ഇയാളെ ഫോണിൽ വിളിച്ച് പറയുകയും അതിനുശേഷം ഇയാൾ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്തതാണ്. അതിനുശേഷം ഇയാളെ നിരന്തരം ഉപദ്രവിക്കുന്നു. ബോർഡർ ലൈൻ സിൻഡ്രം റെക്കഗ്നൈസ് ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അത് അത്തരത്തിലുള്ള മാനസികാവസ്ഥ നോർമലാക്കാൻ വേണ്ടിയുള്ള കൗൺസിലിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള മെഡിക്കേഷൻ എടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു രണ്ടാനച്ഛൻ്റെ പീഡന പരമ്പര ഇതിപ്പോൾ മാനസിക പീഡനമാണ്, മുൻപ് ശാരീരിക പീഡനമായിരുന്നെങ്കിൽ അതിപ്പോഴും തുടരുന്നു എന്നും, ഇതിന് മാത്രമല്ല ഇവർ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ പോലീസിനോ അല്ലെങ്കിൽ മറ്റു നിയമ സംവിധാനങ്ങളോ ഇടപെട്ടിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ഈ വ്യവസ്ഥിതികളൊക്കെ ഇങ്ങനെ ഒരു നടപടിയും എടുക്കാതെ കണ്ണടച്ച് ഇത്തരം ക്രൂരതകൾക്കെതിരെ, ഇത്തരം പീഡന പരമ്പരകൾക്കെതിരെ നിലകൊള്ളുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അത് അപലപനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. അശ്വതി, ഇയാളിപ്പോൾ ഈ ഭർത്താവിനെ വിളിച്ചു പോലും മോശമായി സംസാരിക്കുന്നു എന്ന രീതിയിലാണല്ലോ കുട്ടി നമ്മളോട് സംസാരിച്ചത്. നേരത്തെ നമ്മൾ വാർത്തക്കിടെ ആജ്ഞയോട് സംസാരിച്ചിരിക്കുമ്പോൾ വിളിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാനസികമായി തളർന്നിരിക്കുകയാണ് ആ കുട്ടി. ഇയാളിപ്പോൾ എവിടെയാണുള്ളത്? എന്തുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് കാണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെൺകുട്ടി പറഞ്ഞറിഞ്ഞ അറിവേ ഉള്ളൂ ഈ രണ്ടാനച്ഛനെ പറ്റി. അയാളൊരു ഗുണ്ടാ സ്വഭാവമുള്ള ആളാണ്. പോലീസുകാർ ഇയാൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. 3-4 തവണ ഇവർ ഇതുമായി ബന്ധപ്പെട്ട 3 തവണയാണ് ഇവർ കൃത്യമായി കേസ് കൊടുത്തിട്ടുള്ളത്. അതിലേറ്റവും അവസാനം നൽകിയ പരാതി എന്ന് പറഞ്ഞ ഈ 15-ാം തീയതിയാണ്. അതിനുശേഷവും ഇന്നലെയാണ് മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചു എന്നുള്ളത്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിന് മുൻപ് നൽകിയിട്ടുള്ള 3 പരാതികളിലും നടപടി ഉണ്ടായിട്ടില്ല. 2 പരാതികളിലും നടപടി ഉണ്ടായിട്ടില്ല. ഈ നടപടികളൊക്കെ എന്തുകൊണ്ടാണ് പോലീസ് വൈകിച്ചത്? അത് ഒരു പെൺകുട്ടി അതിന് 14-ാം വയസ്സ് മുതൽ അനുഭവിച്ച
അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുന്നിൽ അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്ന അത്രയും രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് നയിച്ചത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഈ പെൺകുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികാസ്വാസ്ഥ്യമുള്ള പെൺകുട്ടിയാണ്. ഈ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായത് ഈ രണ്ടാനച്ഛന്റെ നിരന്തര പീഡനം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളതാണ്. എന്നിട്ടും ഇതേ തുടർന്ന് പെൺകുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി ഭർത്താവ് നടക്കുന്നു, അദ്ദേഹത്തിന്റെ അമ്മ നടക്കുന്നു. അവർക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറുന്നു, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അങ്ങേയറ്റം ക്രിട്ടിക്കലായ മാനസികാവസ്ഥയുമായി മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു 3 ആളുകളെയാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ നടപടി ഉണ്ടാകാൻ നിയമ സംവിധാനങ്ങൾ ഇടപെടുക തന്നെ വേണം. പക്ഷെ എന്തുകൊണ്ടാണ് അശ്വതി നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ മന്ദഗതി കാണിക്കുന്നത് അല്ലെങ്കിൽ മെല്ലപ്പൊക്കു നയം സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. പലപ്പോഴും സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആജ്ഞ, എന്തായാലും ആ വിഷയത്തിൽ നമുക്ക് കുറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഈ വിഷയം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയല്ല, ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക തന്നെ ചെയ്യും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തി അപകടമുണ്ടാക്കാനുള്ള ശ്രമം ആവർത്തിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ഏറ്റവും ഒടുവിലായി പയ്യന്നൂരിനും തൃക്കരിപ്പൂരിനും ഇടയിലാണ് ഇത്തരത്തിൽ ശ്രമം നടന്നത്. സംഭവത്തിൽ RPF അന്വേഷണം ഊർജിതമാക്കി. റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ ചീലുകൾ നിരത്തിവെച്ച് അപകടമുണ്ടാക്കാനുള്ള ശ്രമം തുടരുന്നത് ആശങ്ക ഉയർത്തുന്നു. തൃക്കരിപ്പൂർ പയ്യന്നൂർ സ്റ്റേഷനുകൾക്കിടയിൽ 1 മാസത്തിനിടെ 2 തവണ ഇത്തരത്തിൽ ശ്രമം നടന്നു. കഴിഞ്ഞ ദിവസം ബീച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപം മംഗളൂരു ഭാഗത്തേക്കുള്ള പാലത്തിൽ കരിങ്കൽ ചീലുകൾ നിരത്തിയാണ് ഒടുവിലത്തെ സംഭവം. സംഭവത്തിൽ അതിഥി തൊഴിലാളി കുടുംബങ്ങളിലെ 2 കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വിട്ടയക്കുകയായിരുന്നു. നേരത്തെ കളനാട് റെയിൽവേ തുരങ്കത്തിന് സമീപം പാളത്തിൽ ക്ലോസറ്റ് അവശിഷ്ടങ്ങളും വലിയ കരിങ്കൽ കല്ലുകളും കണ്ടെത്തിയിരുന്നു. എതിർവശത്തുകൂടി കടന്നുപോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായത്. ഈ സംഭവത്തിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കോട്ടിക്കുളത്ത് റെയിൽപാളത്തിൽ കോൺക്രീറ്റ് ഘടിപ്പിച്ച ഇരുമ്പ് പാളി വെച്ചതായും കാഞ്ഞങ്ങാട് ഇക്ബാൽ ഗേറ്റിന് സമീപവും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപവും കരിങ്കൽ ചീലുകൾ വെച്ചതായും കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ ട്രെയിനിന് നേരെ കല്ലേറും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സംവിധായകൻ വിനയൻ മാധ്യമങ്ങളെ കാണുകയാണ്. സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും വന്ന് എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് 4 ലക്ഷം രൂപ എന്ന് ഫൈൻ അടിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ട് ആ 4 ലക്ഷം കൂട്ടതേ ഉള്ളൂ, കുറച്ചില്ല. ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു. ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിന്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത്. അപ്പോ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് 2017 അതിന്റെ വിധി വരുന്നത്. അന്ന് ഞാൻ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞാണിടണം, ശക്തമായ തീരുമാനങ്ങൾ വരണം എന്ന് മാത്രമല്ല, മാക്ട ഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, എന്നയാൾ വലിയ നടനാണ്, അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റന്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത്, ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ, ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ, മറ്റേ ഇല്ലേ, ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റന്റിനോട് മോശമായിട്ട് പെരുമാറി, അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞത്, ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടന്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. എന്നോടന്ന് വിളിച്ചു പറയുന്നത് എന്റെ സുഹൃത്തായ ഇപ്പോഴത്തെ നടൻ നമ്മുടെ സാധിക്കാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു. ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു,
നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ടി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ സംവിധായകന്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ. അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെയൊക്കെ വലിയ ഗവൺമെന്റ് തലപ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത്, 2 വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത്. ഇന്നത്തെ പത്രത്തിൽ അതിന്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും ഇത്രയും നാള് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഞാനൊരു കാര്യം പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരിക്കലും പറയത്തില്ല, അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ലേ, തെളിവില്ലല്ലോ. ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ. നിങ്ങൾക്കും അറിയാം, അപ്പൊ പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല. അത് ഇല്ല, ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അല്ല, അന്ന് അത് നിങ്ങൾക്കറിയാം, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതായത് ഈ പറയുന്ന സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ എനിക്കെതിരെ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്നിടം വരെ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അന്ന് ബഹുമാന്യനായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ എന്റെ കാര്യമല്ല പറഞ്ഞത്, തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായില്ല വിനയാന്ന് പറഞ്ഞു. ഞാൻ ഇടപെടാം, സമയമായില്ല. പക്ഷെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന, പുതിയ സിനിമ പോകട്ടെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും. ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിന്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും. ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കുളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം 10, 15, 20 വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ. എന്റെ വായിന്നത് വന്നിട്ട് അവർക്ക് നിങ്ങൾക്കറിയാം അതിന്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നതെന്ന്. ഇയാളിത് പറയും, ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് വേറെ രീതിയിൽ ഇപ്പം ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ, വരും. എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം, ചർച്ചകൾ വേണം. ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അറിയാമല്ലോ, ബഹുമാന്യായ സജി ചെറിയാൻ അറിയാതിരിക്കുമല്ലോ ഈ 15 അംഗ പവർ ഗ്രൂപ്പ്. അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ട്. വായിച്ചിട്ടില്ല, അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ബഹുമാന്യായ AK ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ചു ചോദിക്കണം, അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത്. അദ്ദേഹം പറഞ്ഞു തരും ഈ പേരാരൊക്കെയാന്ന്. ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ, ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. സാറ് അതോടൊപ്പം തന്നെ സാർ ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരാളാണ് മാക്ടയുടെ. അപ്പോൾ സാറിന്റെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപമോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി. പക്ഷേ ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ട ഫെഡറേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, പെൺകുട്ടികൾക്കെതിരെയായിരുന്നു. അതിന് ശക്തമായ നടപടിയെടുത്തു. തീർച്ചയായിട്ടും. അല്ല, നടിമാർക്കെതിരെ ഇല്ല, അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ. സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതൊക്കെ താരസംഘടനയാണ്. ഞാൻ ഒന്ന് തുറന്നു പറയാം, മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട്, എല്ലാം വലിയ ശക്തമാണ്, വലിയ ഫണ്ടുള്ളവരാണ്. ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താലേ ഈ ഇൻഡസ്ട്രി, ഇപ്പൊ കേസോ അല്ലെ മറ്റുള്ള കണക്കല്ലല്ലോ, ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം. മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ്. എന്റെയൊക്കെ ചോറാണ് മലയാള സിനിമ. ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തതിന്റെ വ്യക്തിത്വമായിരുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല. പാലാരിവട്ടത്ത് തട്ടുകടയിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം എന്റെ ഒരു നിലപാടായിരുന്നു. പക്ഷെ ഒത്തിരി പാവപ്പെട്ടവർ 1 ലക്ഷത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത്.
അതിന് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. സംവിധായകർക്ക് നടിമാര് വഴങ്ങണമെന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സാറിന്റെ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ശാരദ ബഹുമാനിയ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഒരു ക്ലൂവും ഞാൻ പറഞ്ഞിട്ട് പോന്നു. സംവിധായകൻ വിനയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരു പവർ ഗ്രൂപ്പ്, 15-അംഗ പവർ ഗ്രൂപ്പ്, നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ആ പവർ ഗ്രൂപ്പ് അവർ തനിക്കെതിരെ നീങ്ങിയിരുന്നു, അല്ലെങ്കിൽ താൻ അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്ന വാക്കാണ് അദ്ദേഹം അവിടെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കോൺക്ലേവ് ഈ വിഷയത്തിൽ നടത്തുകയാണെങ്കിൽ തന്നെ ആ പവർ ഗ്രൂപ്പിലുള്ളവർ അത് നയിക്കരുത്, അല്ലെങ്കിൽ അവർ അതിൽ ഉണ്ടാകരുത് എന്ന് മന്ത്രി സജി ചെറിയാനോട് അഭ്യർത്ഥന നടത്തുകയാണ് വിനയൻ ചെയ്തത്. ഒരു മന്ത്രിയുടെ പേരും അദ്ദേഹം പരാമർശിച്ചു പോയി. അതിലേക്ക് വ്യക്തമായി കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, ഒരു സൂചന മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മംഗളൂരുവിൽ ഓടുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കവേ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണ ആളെ രക്ഷിച്ച് RPF ഉദ്യോഗസ്ഥൻ. കാഞ്ഞങ്ങാട് കള്ളാർ സ്വദേശിയും മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ RPF ഹെഡ് കോൺസ്റ്റബിളുമായ A. രാഘവനാണ് ഹാസൻ സ്വദേശി ശശാങ്ക് ഗൌഡയെ രക്ഷിച്ചത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയ നേത്രാവതി എക്സ്പ്രസിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശശാങ്ക് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീണത്. പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാഘവൻ നിമിഷനേരം കൊണ്ട് ശശാങ്കിനെ വലിച്ചു കയറ്റി. നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ കയറുന്നത് വിലക്കിയെങ്കിലും ശശാങ്ക് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് രാഘവൻ പറഞ്ഞു. കാലിൽ ചെറിയ പോറൽ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഓട്ടോയിൽ സൂറത്കൽ സ്റ്റേഷനിലെത്തി അതേ ട്രെയിനിൽ കയറി ശശാങ്ക് മുംബൈയിലേക്ക് പോയി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. ഇതര സംസ്ഥാന സ്വദേശിയാണ് പ്രസവിച്ചത്. 1-ാം പ്ലാറ്റ്ഫോമിൽ എസ്കലേറ്ററിന് സമീപം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവതി പ്രസവിച്ചു. അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ പാവറട്ടിയിൽ നിന്നും കാണാതായ 3 കുട്ടികളെയും കണ്ടെത്തി. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് പോലീസ് കുട്ടികളെ കണ്ടെത്തിയത്. കുട്ടികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഇന്നലെയാണ് കാണാതായത്. തൃശൂർ കുതിരാനിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. മേൽപ്പാലത്തിലാണ് അപകടം നടന്നത്. ലോറിക്ക് പിറകിൽ പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. പിക്കപ്പ് ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങി. അരമണിക്കൂറിന് ശേഷം നാട്ടുകാർ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പാലത്തിന് മുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിനാൽ വെളിച്ചക്കുറവാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ശബരിമലയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വഴിയോര കച്ചവടം നടത്തുന്നത് ചോദ്യം ചെയ്ത അയ്യപ്പ ഭക്തരെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഭക്ഷണ സാധനങ്ങൾ അടച്ചുവെക്കാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നെത്തിയ ഭക്തർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. എല്ലാം കുറ്റം 2-3 മാസം നീ രാവിലെ പറഞ്ഞു എനിക്ക് ഞാൻ തരാം. ഗൃഹോപകരണ വിപണന രംഗത്ത് 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ പുതിയ ഷോറൂം അടൂരിൽ പ്രവർത്തനം തുടങ്ങി. പത്തനംതിട്ട അടൂർ വടക്കേടത്തുകാവിലാണ് പുതിയ ഷോറൂം. പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ 80ാമത് ഷോറൂമാണ് അടൂർ വടക്കേടത്തുകാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തന്നപ്പുഴ നിർവഹിച്ചു. പിട്ടാപ്പള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ, ഫ്രാൻസിസ് പിട്ടാപ്പള്ളി, അജോ പിട്ടാപ്പള്ളി, സിസ്ലി പോൾ, MJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ ഓണത്തിനും ധാരാളം ഓഫറുകൾ പിട്ടാപ്പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സിന് സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ 10,000 കസ്റ്റമേഴ്സിന് ഓണത്തിന്റെ ഓഫർ സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ് ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം ഓണായി, ഓഫല്ല,
എല്ലാവിധ ഓഫറുകളും പിട്ടാപ്പിള്ളിയിൽ ഓണാണ്. ഇതാണ് ഈ ഓൺ ആഘോഷം എന്ന ക്യാമ്പയിന്റെ തന്നെ ലക്ഷ്യം. ഓണം ഓഫറിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്ന 10,000 വിജയികൾക്ക് TV, മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഫെഡറൽ ബാങ്ക് കാർഡ് കസ്റ്റമേഴ്സിന് 10% വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറും ലഭ്യമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ പാന ഉത്തമന്തിൽ അത്തായി നാരായണിയമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹിന്ദി അധ്യാപകൻ യു കൃഷ്ണ മാസ്റ്ററുടെ പത്നിയാണ്. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുരേഷ് പൊതുവാൾ മകനാണ്. സംസ്കാരം നാളെ നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,660 രൂപ, പവന് 53,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോയ്ക്ക് 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉന്നയിച്ചത്